ഹലോ. ഹലോ, ഇത് ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരുവാർപ്പില്ലേ ഓഫീസറായിരുന്നു. തിരുവാർപ്പ് മറ്റേ കൊച്ചുമൺ എന്ന് പറയുന്ന ഞാൻ ചോദിച്ചു, നമ്മുടെ ഇതിന്റെ ഓർത്തഡോക്സിലെ ഇടവക രജിസ്റ്റർ ഉണ്ടോ? ഇടവക രജിസ്റ്റർ രജിസ്റ്റർ ഉണ്ടോ? രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ രജിസ്റ്റർ ഇവിടെ പള്ളിക്ക് ഒരു കേസ് എടുക്കുന്നതുകൊണ്ട് ഒരു കൂട്ടർ അതൊക്കെ ആയിട്ട് ഇവിടുന്ന് കട്ടണ്ട് പോയിരിക്കുകയാണ്. നമ്മുടെ രജിസ്റ്റർ നിലവിലുള്ള രജിസ്റ്റർ നിലവിലെല്ലാ ഓർത്തഡോക്സിന്റെ കുടുംബങ്ങളുടെ പേര് വിവരങ്ങളെല്ലാം ഉണ്ടോ? നിലവിൽ എന്തോ 140 ഇടവക്കാരുള്ളത് 140 ഓർത്തഡോക്സ് ഇടവക്കാരാണ് എന്ന് പറഞ്ഞാൽ ഇവര് കേസ് കൊടുത്ത് ഈ പറഞ്ഞ 140 അംഗങ്ങളുള്ളവർ പൊതുയോഗം കൂടി പള്ളിക്കെതിരെ കേസ് കൊടുത്ത് ആണ് വിധി മേടിച്ചിരിക്കുന്നത്. അപ്പൊ അവരെല്ലാം നിലവിൽ ഓർത്തഡോക്സുകാരാണ്. അല്ലാതെ ഇത് വേറെ പുറത്തുനിന്നാരും വന്നത് ഇതിന് പോയതല്ല. ഈ ഇടവക്കാർ തന്നെ പൊതുയോഗം കൂടി യാക്കോബായിലെ ഞങ്ങളെല്ലാം യാക്കോബായക്കാരാണ്. കൂടുതലും കുറവല്ല, അത് അവര് തന്നെ കേസ് കൊടുത്താണ് ഈ വിധി മേടിച്ച്. അപ്പൊ അതിന് വേറെ ഇവിടെ എതിർ വിഭാഗമൊന്നുമില്ല. അവര് തന്നെ വിധി മേടിച്ച് ഈ കേസിലായതാണ്. അല്ല പുറത്തുനിന്ന് അവര് വന്ന് ഓർത്തഡോക്സുകാരൊന്നും വന്ന് ഇവിടെ പള്ളി പിടിച്ചോണ്ട് പോവുക അങ്ങനെയുള്ള പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അവര് തന്നെ കേസ് കൊടുത്ത് വിധി മേടിച്ച് അവര് മാതിരി അവരെല്ലാം അവിടെ വന്ന് അടക്കത്തിനൊക്കെ അവരുടെ അടക്കവും എല്ലാം ഇവിടെയാണ് നടത്തുന്നത്. അവരുടെ അടക്കമൊക്കെ അവര് വേറൊന്നും ഒരിടത്തും പോയിട്ടില്ല. അവരിവിടെ ഇതിനകത്ത് തന്നെ നിലവിലുണ്ട്. അല്ലാതെ ഇവിടെ വേറെ ഒരു ഇതായിട്ടൊന്നും ഇല്ല ഒരു ഇതായിട്ടില്ല. രജിസ്റ്റർ ഇല്ല എല്ലാ സാധനവും ഇവിടുന്ന് മോട്ടിച്ചോണ്ട് പോയതിന് അതിന് കേസും ഉണ്ട് നിലവിൽ. അതറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഹലോ 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 വില്ലേജ് ഓഫീസറാണേ. പിന്നെ ഞാൻ വില്ലേജ് ഓഫീസറാണേ. പള്ളിയുടെ അവിടെ ഉണ്ടോ? ഞാൻ നമുക്കൊന്ന് വരാൻ വേണ്ടിയിട്ടായിരുന്നേ. ഞാൻ ഇപ്പം കല്ലറയിലാണല്ലോ സാറേ. ആണോ? ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഇല്ല, ചെറുക്കം വന്നില്ല, സ്കൂളിൽ പോയിരിക്കുകയാണല്ലോ. പള്ളിയുടെ അവിടെ വരാനായിട്ട് ഇപ്പം നിലവിൽ ഇവിടെ ബൈജു നമുക്കൊരു കണക്ക് ഉള്ള ആൾക്കാരുടെ പേര് വീടൊക്കെ എഴുതി തരാമോ ഞങ്ങൾക്ക്? ഇടവരച്ചിന്റെ കോപ്പി. ബൈജുവിനെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ട്. ഞാൻ ഇന്നേക്ക് വളയിലില്ല. ഞാൻ കല്ലറ എനിക്ക് കൃഷിയാ. ഞാനിത് രാവിലെ പോകുന്നതാണ് വളം എടുക്കുക. അതാ സാറ് വിളിച്ചപ്പോൾ കണ്ടത്തില്ലായിരുന്നു. അന്നേരം അതാ ഞാൻ പിന്നെ തിരിച്ചു. ഞാൻ ഇനിയിപ്പം വളയിടിയിൽ തീർന്നില്ല. എനിക്ക് 18 ഏക്കറുണ്ട്. നാളെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റും. ഞാൻ ആരെങ്കിലും ഏൽപ്പിക്കാം. നാളെ രാവിലെ എന്നാലും നമുക്ക് എത്തിക്കാൻ പറ്റും. അംഗങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ അംഗങ്ങളുടെ എണ്ണവും വേണം. പിന്നെ എത്ര കുടുംബം ഉണ്ടെന്നുള്ളത്. നിങ്ങൾ പള്ളി ഇപ്പൊ റൺ ചെയ്യുന്നത് നിങ്ങൾ ആരാ ഇപ്പം ഉപയോഗിക്കുന്നവരാ? പള്ളി ഉപയോഗിക്കുന്നവരാ? പള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഇടവക്കാർ ഇപ്പം ഞങ്ങൾ തന്നെ. നേരത്തെ ഞങ്ങൾ തന്നെ അല്ലായിരുന്നു. നിങ്ങൾ തന്നെയാണല്ലോ വേറെ പുറത്തുനിന്ന് ആരും ഇല്ല. ഇവിടെ ഉള്ളവർ തന്നെ നേരത്തെ ഇത് പണ്ട് തൊട്ട് ഉണ്ടാക്കിയപ്പോ തൊട്ട് ഉപയോഗിച്ചോണ്ടിരുന്ന മുറയിലാണ് എപ്പോഴും ഇരിക്കുന്നത്. നിങ്ങൾ എത്ര കുടുംബം ഇപ്പൊ അങ്ങോട്ട് മാറിയത്? 3-4 കുടുംബമുള്ളോ? ഞങ്ങൾ ഓരോത്തോട്ട് മാറിയില്ലല്ലോ. ഞങ്ങൾ അവിടെ തന്നെയല്ലേ. ഞങ്ങൾ മാറിയില്ലല്ലോ. ഞങ്ങളെ പള്ളി നിലനിൽക്കുകയല്ലേ. ഞങ്ങൾ മാറിയിട്ടില്ലല്ലോ. മാറി വെറുതെ വഴിയെ പോയവരുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. അവരെങ്ങോട്ട് പോയെന്ന് നമുക്കറിയാൻ മേലെ. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾ മാറിയിട്ടില്ല. ഞങ്ങൾ അതിന് തന്നെ അതിൽ തന്നെ നിലനിൽക്കുന്നു. കുറച്ച് പേര് വരുന്നില്ല. പള്ളിയിൽ ഇപ്പോൾ ഇടവക്കാരെല്ലാം പള്ളി വരണം നിർബന്ധമില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ അവർ വരുന്നുണ്ട്. അല്ലാതെ ഇതിനകത്ത് വേറെ ഇപ്പോൾ ഇവിടെ നിലവിൽ തിരുവാർപ്പിൽ ഇതല്ലാതെ വേറെ പള്ളി വല്ലതും ഉണ്ടോ? സാറിൻ്റെ ഇതിൽ പഞ്ചായത്ത് ഇതുള്ള ഏത് പള്ളിയാണ് ഉള്ളൂ? ഓർത്ത് ഇങ്ങനെ ഒരു പള്ളിയല്ലേ ഉള്ളൂ? വേറെ പള്ളി വല്ലതും ഉണ്ടോ? പഞ്ചായത്ത് വേറെ പള്ളികളില്ല. ഓരോ വില്ലേജിലും എത്ര പള്ളികളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ വില്ലേജിലേ ഇവിടെ ഇപ്പം ഈ പള്ളി തിരുവാർപ്പ് മർത്തശൂനി പള്ളി എന്ന് പറഞ്ഞ് തിരുവാർപ്പ് മർത്തശൂനി പള്ളി എന്ന് പറഞ്ഞ് ഈ ഒരു പള്ളി കൂടി ഉള്ളൂ നിലവിൽ. തിരുവാർപ്പ് മർത്തശൂനി പള്ളി എന്ന് പറയുന്നത് ഈ ഒരു പള്ളിയേ ഉള്ളൂ. അല്ലാതെ വേറെ പള്ളി ഇല്ല. വേറെ പള്ളി ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഉള്ളത് മർത്തോമാക്കാർക്ക് ഒരെണ്ണമുണ്ട്, കത്തോലിക്കർക്ക് ഒരെണ്ണമുണ്ട്. ഇതിലുകൊണ്ട് ഇവിടെ ഉള്ളൂ. പിന്നെ ഇല്ല നമ്മുടെ ഇത് മുഴുവൻ ഈ ഇതിനകത്ത് ഇരുന്ന് പറഞ്ഞില്ലേ. നമ്മളിപ്പോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു കൂട്ടർ സാധനങ്ങൾ മോട്ടിച്ചോണ്ട് പോയതിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഉള്ള രജിസ്റ്ററുമായിട്ട് പോയി. അപ്പൊ ഇവരെല്ലാം ഇതിനകത്തുള്ളവരല്ല. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഇന്നവരെന്നും പറഞ്ഞൊന്നും സൂക്ഷിക്കാനില്ല. ഇവരെ അല്ലെങ്കിൽ പിന്നെ ഇവരുടെ അടക്കമൊക്കെ എങ്ങനെ ഇവിടെ നടത്തുന്നത്? അവരുടെ ആൾക്കാർ മരിച്ചാൽ അവിടെ കൊണ്ടേ ഒഴിച്ചിടുന്നത്. അവർ വേറെ പള്ളി വെക്കുകയോ വേറെ ഇടവക്കാരായിട്ട് പോവുകയോ ചെയ്തിട്ടില്ല. വേറെ ഇടവക്കാരായിട്ട് പോയി അവർ വേറെ അടക്കത്തിനൊക്കെ പോകണ്ടേ? അവരുടെ അടക്കമല്ല ഇവിടെയാണല്ലോ നടത്തുന്നത്.
നിങ്ങൾ ഇതിന് പിരിഞ്ഞതിന് ശേഷം നിങ്ങൾ അങ്ങനെ രജിസ്റ്ററോ പിരിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ സൂക്ഷിക്കാനായിട്ട് ഈ ഒരു ഇതിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒറ്റ ഇതല്ലേ ഉള്ളൂ, ആധാർ അടക്കമുള്ള ഒറ്റ ഇത്. ഇല്ല ഇതിന് ഈ പള്ളിക്ക് രജിസ്റ്റേർഡിനുള്ളൂ, വേറൊരു സ്ഥാപനം ഇല്ല. സാധനം മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നു, നിലവിലുള്ള റെക്കോർഡുകളെല്ലാം മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നു. പള്ളിക്കുള്ള ഇടവക്കാർ ഉള്ള ലിസ്റ്റ് വരെ കൊണ്ടുപോയിരിക്കുകയാണ്. അതിന് നമ്മൾ നേരത്തെ സ്റ്റേഷനിൽ കൊടുത്ത് പരാതി കൊടുത്തു നോക്കുന്നത് കേസായിട്ട് കിടപ്പുണ്ട്. അതിങ്ങനെ കേസ് തുടരുന്നു, രണ്ട് വിഭാഗമായിട്ട് കേസ് നടക്കുന്നുള്ളൂ, ഒറ്റ പള്ളിയേ ഉള്ളൂ. ആ ഇടവക്കാർ തന്നെ അതിനകത്ത് നിൽക്കുന്നു, അല്ലാതെ വേറെ ഇടവക്കാർ പുറത്തുനിന്ന് ഒരു മനുഷ്യൻ പോലും അതിനകത്ത് ഇടവ ഏർന്നിട്ടുമില്ല, പുറത്തോട്ടും പോയിട്ടില്ല, അകത്തോട്ടും വന്നിട്ടില്ല, ഉള്ളവർ തന്നെ ഉണ്ട്. അങ്ങനെയാ കണ്ടീഷൻ. അല്ലാതെ ഇതിനകത്തുനിന്ന് വേറെ രണ്ട് വിഭാഗമായിട്ട് രണ്ട് പള്ളിയോ അല്ലെ ഭാഗം വെച്ച് പിരിയോ ഓർത്തഡോക്സിന് കണക്കുണ്ട്. നമ്മൾ ഈ പള്ളിക്ക് എല്ലാ കൊല്ലം നമ്മൾ കണക്ക് കാണിക്കുമ്പോൾ നമ്മൾ കണക്ക് പള്ളിയുടെ കണക്ക് സഭയ്ക്ക് കൊടുക്കേണ്ട കണക്ക് തന്നാണ്ടി കൊടുക്കേണ്ട അതിന് കണക്കുണ്ട്, അതിന് കണക്കുണ്ട്. സഭയ്ക്കാണുള്ളത് പാൻ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇൻകം ടാക്സ് ഇത് വെച്ചുകൊണ്ട് സഭയുടെ ഇൻകം ടാക്സ് ഇതിലടക്കി എടുക്കുകയോ ചെയ്യുന്നതിന് കണക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, കണക്കുണ്ട് നമുക്ക്. സന്ധ്യയാവും. ഞാൻ നാളെ ഉണ്ട് ഇവിടെ, നാളെ ഇവിടെ ഉണ്ട്. അപ്പൊ നാളെ രാവിലെ തരണേ. ആയിക്കോട്ടെ.